വൈകുന്നേരമായപ്പോൾ ചായ വെക്കാനായിട്ട് വെള്ളം വെച്ച് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് പാല് തീർന്നത് ഓർത്തെ. അങ്ങനെ ഞാൻ ഇൻസ്റ്റാമാർട്ട് എടുത്ത് പാല് നോക്കിയപ്പോൾ ഒരു പാലിന് 26-27 രൂപ. അത് ആഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഡെലിവറി ചാർജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 82 രൂപയായിരിക്കുന്നത്. ഒരു പാക്കറ്റ് പാലിന് 82 രൂപ കുറച്ച് ഓവറല്ലേ എന്ന് വിചാരിച്ചപ്പോഴാണ് 199 രൂപയ്ക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 രൂപ മാത്രമേ ഡെലിവറി ചാർജ് ഉള്ളൂ എന്ന് പറഞ്ഞത്. എന്നാൽ ചായ വെക്കില്ലേ, എന്നാൽ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ലേസ് കൂടി ഓർഡർ ചെയ്യാം. ലേസ് മാത്രം ഓർഡർ ചെയ്താൽ പോരല്ലോ 199. അപ്പോൾ ഞാൻ കുറച്ച് പേരയ്ക്കയും കുറച്ച് ഓറഞ്ചും കുറച്ച് കുർക്കുറിയും കൂടി ആഡ് ചെയ്തു. അങ്ങനെ 227 രൂപയ്ക്ക് ഞാൻ സാധനം മേടിച്ചു. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു പാക്കറ്റ് പാൽ ഓർഡർ ചെയ്യാനായിട്ട് ഇൻസ്റ്റാമാർട്ട് എടുത്ത ഞാൻ 27 രൂപയുടെ ഒരു പാക്കറ്റ് പാലിന് ഡെലിവറി ചാർജും എല്ലാം കൂടി 82 രൂപയായിരിക്കും എന്ന് കണ്ടപ്പം ഡെലിവറി ചാർജ് ഒഴിവാക്കാനായിട്ട് കുറേ പേരയ്ക്കും ഓറഞ്ചും കുർക്കുറിയും ലേസും എല്ലാം ആഡ് ചെയ്ത് ഈ 82 രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് പാൽ മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് 227 രൂപ കൊടുത്തിട്ട് ഇത്രയും സാധനങ്ങൾ മേടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ലായിരുന്നു. പാലിലേയും കട്ടൻ ചായ വെച്ച് കുടിക്കായിരുന്നു. അതിൽ താഴെ പോയി വണ്ടി എടുത്ത് പാല് പോയി മേടിക്കായിരുന്നു കടയിൽ നിന്ന്. ഇതൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ. കാരണം എന്താ, 10 മിനിറ്റിൽ ഇവിടെ ഡോറിൽ സാധനം എത്തുമല്ലോ. അപ്പോൾ നമ്മൾ അതല്ലേ പ്രിഫർ ചെയ്യുള്ളൂ. അവിടെയാണ് നമ്മുടെ തോൽവിയും അവരുടെ വിജയവും.